ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചായക്ക് പറ്റിയൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. എഗ്ഗ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ്, പറയാതിരിക്കാൻ വയ്യ. അതിനായിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് പുഴുങ്ങാം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡിയാകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1.5 സവാള എടുത്തിരിക്കുന്നത് ഞാനിവിടെ സ്ലൈസ് രീതിയിലായിരുന്നത്. അത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ വഴറ്റിലാണ് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടെല്ലാം ഇരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി വരും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. കുറച്ച് വഴണ്ട് വന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ ചതച്ച കുരുമുളകായിട്ടത്, കാരണം അപ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. പക്ഷേ ഇത് ചേർക്കണം, എന്നാലേ ആ ഒരു എരിവും ഒരു മധുരവും കൂടെ അറിയത്തുള്ളൂ. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ നല്ല ഒരു ബ്രൗണിഷ് കളർ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് മുട്ട ഞാൻ പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആ മുട്ടയുടെ പുറത്തും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി. എന്നാൽ ആ അടിയിലുള്ള സവോള കരിയാനും പാടില്ല, പക്ഷേ മുരിയേം വേണം. നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ബ്രൗണിഷ് കളറാകുന്നവരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് നമുക്കൊന്ന് ജസ്റ്റ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓവർ മധുരമാണെന്ന് പേടിക്കേണ്ട, കാരണം ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിരിക്കുന്നുണ്ട്. ആ എരിവും കാണും, ഒരു മധുരവും കാണും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല രീതിയിൽ ബ്രൗണിഷ് ആകുന്ന രീതിയിൽ രണ്ട് സൈഡും മുരിഞ്ഞ രീതിയിൽ തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട്, ഇക്കാക്ക് തന്നെ കൊടുക്കുക. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് പറയാം. ഞങ്ങൾ 3 പേരും ഇന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയാം കേട്ടോ. ടേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റിംഗ് ആണല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ആ സോസൊക്കെ മേലിട്ടിരിക്കുന്ന അതിൻ്റെ ഒരു മധുരവും ആ മസാലയുടെ ആ ഒരു എരിവും എല്ലാം കൂടെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നിങ്ങൾ വീട്ടിലെല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ട്. നമുക്ക് 2 പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കും. എങ്ങോട്ട് പോയി? സൂപ്പർ. ചൂടായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ മടി. നമുക്ക് ചൂടാറിയിട്ട് ഞങ്ങൾ കൊടുക്കും. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ കാണുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.